ഞാൻ കാരമട എന്ന് പറയുന്നൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വയനാട്ടിലാണ്. ഇപ്പോൾ കാരമടയിലൊരു കുഞ്ഞു മോനുണ്ട്. അപ്പോ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അവന് 7 വയസ്സ് പ്രായമാണ്. ഇപ്പോൾ വലുതായി. അപ്പോൾ ഞാൻ മുകളിൽ വളരെ സീരിയസ് ആയിട്ടൊരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ മെല്ലിനെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് വന്നു. എന്നെ അപ്പൂപ്പാന്ന് വിളിക്കാം. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവനെ ഞാനൊരു സീരിയസ് ആയിട്ടൊരു എഴുത്തിലാണ്, പോയി കുറച്ച് എഴുതിയിട്ട് വന്നോ. അപ്പോൾ അവൻ പോയി. പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞിട്ട് പൊക്കോളാന്നോ. അപ്പോൾ പറയാം, അന്നാ വന്നിട്ട് പറഞ്ഞോളൂ എന്നോ. അല്ല, ഇവിടെ വരുന്ന ആളുകളോടൊക്കെ അപ്പോൾ ഇരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്നാൽ എത്ര ഗൗരവമുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് മാറ്റിവെച്ച് കുട്ടികൾക്ക് സമയം കൊടുക്കണമെന്ന് ഇവിടെ വരുന്നവരോടൊക്കെ അപ്പം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെന്താ ഇപ്പം എനിക്ക് തരാത്തേന്ന് വെച്ചു. ഞാൻ ഈ ഗുരുവും ടീച്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഗുരുവിദ്യ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഈ ടീച്ചർമാരുടെ ഒരു പ്രത്യേകത, പഠിച്ചത് പഠിപ്പിക്കുന്നവരാണ് ടീച്ചർമാർ. ഇപ്പം ഞാൻ ഗുരുവിൽ നിന്ന് കുറേ കേട്ടിട്ടുണ്ട്. ഇതുപോലെ കുറേ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വചനങ്ങൾ, സന്ദർഭങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ പോകുന്ന ഇടങ്ങളിലൊക്കെ പറയാറുണ്ട്. ഇപ്പം ടീച്ചർമാർ അവർ പഠിച്ചത്, അവരാർജിച്ചത്, അവരുടെ അറിവ് അവരുടെ മുമ്പിലുള്ള മനുഷ്യർക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും, വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഗുരുക്കന്മാരുടെ ഒരു പ്രത്യേകത, അവർ ജീവിക്കുന്നതാണ് അവർ കൂടുതലും പറയാറ്. നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ കൂടുതലും ജീവിക്കുന്നതാണ് പറയാറ്. ഇപ്പം ഞാൻ ഇങ്ങനെ 2-3 സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഇപ്പം ഇന്ന് ഞാൻ കോഴിക്കോട് നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് വിളിക്കുന്നത്? പറഞ്ഞല്ല, എനിക്ക് നിങ്ങളിപ്പോൾ എവിടെ ഉള്ളതാണെന്നാണ് അറിയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾ വിളിച്ചിട്ട് ഞാൻ എവിടെ ഉള്ളത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് പറയൂ. അപ്പം എൻ്റെ ശബ്ദം കുറച്ച് റീസാവാതെ ചെറുതായിട്ട്. അപ്പോൾ ആൾക്ക് ദേഷ്യം പിടിച്ചു. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്കൊരു സാധനം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? അല്ല, അപ്പോൾ നിങ്ങളെന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? ആളും ചോദിക്കാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞങ്ങൾ രണ്ടാളും പോകുന്നത് ഇനിയിപ്പോൾ അപകടത്തിലേക്കാണ്. ഞങ്ങൾ പെട്ടെന്ന് കാമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സോറി, എന്താണ് സംഭവം? അല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു സാധനം വന്നിട്ടുണ്ട്, ബുക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറപ്പൂരാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കാൻ വിടുമോ? സോറി, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിന്നെ അതങ്ങ് സൗമ്യമായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഇത്ര പഠിച്ചു, ഉപനിഷത്ത് പഠിക്കുന്നു, വേദാന്തം പഠിക്കുന്നു, ഗുരുക്കന്മാരുടെ കൂടെ താമസിക്കുന്നു, അതൊക്കെ നടന്ന് പറയുന്നു, പുസ്തകം എഴുതുന്നു. അപ്പോഴും നമുക്ക് അടിസ്ഥാനപരമായൊരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഗുരു മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദ്യം പറഞ്ഞ 2 വാക്കുകളുണ്ട്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്ന് വന്ന വലിയ വലിയ അറിവുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഒരുപാട് സംഘർഷങ്ങൾ രൂപപ്പെടാൻ കാരണമായ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് നമ്മളാണ് ശരി, നമ്മൾ മാത്രമാണ് ശരി എന്നുള്ളതാണ്. ഗുരുനിത്യം എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, തെറ്റും ശരിയും തമ്മിലുള്ള പ്രശ്നമല്ല നമ്മുടെ മുൻപിലുള്ളത്, 2 ശരികൾ തമ്മിലുള്ള പ്രശ്നമാണ്. എനിക്ക് 100% ഉറപ്പുള്ളൊരു ശരി. ഞാനിപ്പോൾ ഇന്ന് ഫോൺ വിളിക്കുമ്പോൾ അതാണല്ലോ. അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിൻ്റെ ശരി ന്യായീകരിക്കാനുള്ള കൃത്യമായ ന്യായങ്ങൾ നിരത്താൻ പറ്റും, അദ്ദേഹം ദേഷ്യം പിടിച്ചതിന്. എനിക്ക് ഞാൻ ദേഷ്യം പിടിച്ചതിനും കൃത്യമായ ന്യായങ്ങൾ നിരത്താൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ, ഞാനും നീയും തമ്മിൽ, മതങ്ങൾ തമ്മിൽ, തത്വചിന്തകൾ തമ്മിൽ, ദർശനങ്ങൾ തമ്മിൽ എന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. ശരികൾ തമ്മിലാണ് യുദ്ധം. ഞാൻ പറയുന്നതാണ് ശരിയായ ദൈവമെന്ന് ഒരാൾ പറയുമ്പോൾ, അതല്ല ഞാൻ പറയുന്നതാണ് ശരിയായ ദൈവമെന്ന് പറഞ്ഞ് 2 പേരും
യുദ്ധം ചെയ്യുന്ന ചരിത്രം കൂടിയാണ് മനുഷ്യൻ്റെ ചരിത്രം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ഗുരു പറയുന്നത്, വാദിക്കാനും ജയിക്കാനുമല്ല, പ്ലീസ്. ആദ്യത്തെ വളരെ ഒരു അപേക്ഷയായിട്ടുണ്ട് നമ്മളോട് പറയുന്നത്, അറിയാനും അറിയിക്കാനുമാണ്. ഇതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഭഗവത്ഗീതയും അല്ലെങ്കിൽ ബൈബിളും ഖുറാനും പഠിക്കുന്നതിനെ കുറിച്ചല്ല. അദ്ദേഹം എന്നോട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ പോരെ എനിക്ക്. എന്തിനാണ് അത് നിങ്ങൾ എന്തിനാണ് അത് ചോദിക്കുന്നതെന്ന് പറയുന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണർത്തുന്നത് എന്തിനാണ്? അതുകൊണ്ടത് ഗുരു അടുത്തൊരു വാക്ക് പറയുന്നത് സാഹോദര്യം സർവത്ര. ഈ സാഹോദര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സാഹോദര്യം എന്ന് പറഞ്ഞാൽ സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പുറത്തിരിക്കുന്നതിനെ എന്നെ മാറ്റിവെച്ച് അപ്പുറത്തിരിക്കുന്നതിനെ മാനിക്കുന്നതിന് പറയുന്ന പേരാണ് സൗഹൃദമെന്ന്. സമാന ഹൃദയർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കേണ്ടതില്ല, സൗഹൃദം അവിടെ ഉണ്ടാകും. മറ്റതൊരു ഉണ്ടാക്കലാണ്. അകമണയാതെ അകതാരമർത്തിയിടയണം എന്നാണ് ഗുരു പറയുക. എളുപ്പമല്ല എന്ന് ഗുരുവിന് നന്നായിട്ടറിയാം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിയിടണം. അപ്പുറത്തിരിക്കുന്ന ആൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകോപിതരാകാതെ അതിനൊന്ന് അടക്കി വെച്ച്, ഉള്ളിങ്ങനെ ട്രിഗർ ചെയ്ത് വയലൻസ് പൊന്തി വരുമ്പോൾ അതിനെ അടക്കി വെച്ചിട്ട് ആ ആളെ കേൾക്കാനുള്ളൊരു മനസ്സിനെ ഉണർത്തി വയ്ക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല. ബൈബിളും ഖുറാനും ഗീതി ഒന്നാണെന്ന് ക്ലാസ് എടുക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ കുട്ടിയുടെ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്, ഞാൻ ഗുരുനിത്യയുടെ കൂടെ താമസിക്കുമ്പോൾ ഗുരുവിൻ്റെ അവസാന കാലത്ത് ഗുരു ഋഗ്വേദത്തിന് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുക. 2 ഭാഗത്തും റെഫറൻസ് പുസ്തകങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ച് രാവിലെ മലയാളത്തിൽ വൈകിട്ട് ഇംഗ്ലീഷിൽ. വളരെ ഗഹനമായ ക്ലാസ്സാണ്. അതില്ല കുറച്ച് പേര് ഇരുന്ന് എഴുതിയെടുക്കും. അപ്പോൾ ഇതിൽ കുറച്ച് ദിവസങ്ങളായി ഗുരുവും ആ ഒരു മൂഡിലാണ്, പൂർണ്ണമായിട്ട് ആ ഒരു മൂഡിലാണ് എല്ലാവരും. ആ സമയത്താണ് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഗുരുകുലത്തിലേക്ക് കയറി വരുന്നത്. ഒരു ഡിഗ്രി ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. അവൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന അന്ന് മുതൽ ഗുരു ഋഗ്വേദത്തിൻ്റെ പഠനം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ചിത്രകലയാണ്, പിന്നെ വിൻസെൻ്റ് വാൻ ഗോഗ്, വിശാഖ. പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ചിത്രകലയെക്കുറിച്ചൊരു പക്ഷേ ലോകത്തിലുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം ഫ്രണ്ട്ഹില്ലായി. ഗുരു തന്നെ പറയാറുണ്ട്, എനിക്ക് ബാക്ക് പെയിൻ വന്നത് ഞാൻ വിദേശത്തു നിന്ന് ചിത്ര പുസ്തകങ്ങൾ തൂക്കിക്കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ കൂടുതൽ ആളുകൾ അസ്വസ്ഥരായി. നമ്മൾ ഇത്രയും ഗൗരവമുള്ള ആഴമുള്ള ഋഗ്വേദത്തിന് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടുന്നോ കയറി വന്നൊരു പെൺകുട്ടിക്ക് വേണ്ടി ബാക്കി എല്ലാറ്റിനെയും മാറ്റി വെച്ചിട്ട് ചിത്രകലയെക്കുറിച്ച് സംസാരിക്കും, വിൻസെൻ്റ് വാൻ ഗോഗിനെ കുറിച്ച് സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നാരായണ ഗുരു ആയാലും നടരാജ് ഗുരു ആയാലും ആ ഗുരുപരമ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അവരവരെ വെളിപ്പെടുത്തലായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സിദ്ധാന്തം, എൻ്റെ തത്വചിന്ത, എൻ്റെ ഉള്ളിൽ നിറവുള്ളതായിട്ടുള്ള ദർശനങ്ങൾ എൻ്റെ മുമ്പിൽ വരുന്നിരിക്കുന്നവർക്ക് വിളമ്പിക്കൊടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു ദർശനമേ ആയിരുന്നില്ല നാരായണ ഗുരുവിൻ്റെ ദർശനം. ഗുരു എല്ലാറ്റിനെയും കാണുക ചെയ്ത് അവരവരെ മാത്രം കാണാതെ തന്നെ മാത്രം കാണുക. തൻ്റെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്, അതേപോലെ തന്നെയാണ് ചുറ്റിയിരിക്കുന്നവരിൽ വെളിച്ചമെന്ന് തിരിച്ചറിഞ്ഞ് അപ്പുറത്തിരിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കണ്ണുണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അത് എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു മൂഡിൽ വെറുതെ ഒരു സാധാരണ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു കുട്ടി ഒന്ന് കടന്നു വന്നൊരു വാക്ക് പറയട്ടെ എന്ന് പറയുമ്പോൾ അസ്വസ്ഥമാകുന്ന ഒരാൾ ഇവിടെ ഇരിക്കുമോ? തൊട്ടപ്പുറത്ത് എത്രയോ വർഷങ്ങളായി ധ്യാനിച്ച് വളരെ ആഴത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ് ഋഗ്വേദം. ആ സമയത്തൊരു കുട്ടി കയറി വരുമ്പോൾ എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ സാധാരണ ചിത്രകല പറയുമ്പോൾ, എന്നിട്ട് ആ കുട്ടി 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ 4ാമത്തെ ദിവസം ഗുരു എല്ലാവരോടായിട്ട് പറഞ്ഞു, എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും അസ്വസ്ഥരാണ്.
അതിനേക്കാൾ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം പറയുന്നതിൻ്റെ നിസ്സാര കാര്യം പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഋഗ്വേദമോ ചിത്രകലയോ എനിക്ക് പ്രസക്തമല്ല. ഋഗ്വേദവും എനിക്ക് പ്രസക്തമല്ല, ചിത്രകലയും എനിക്ക് പ്രസക്തമല്ല. എനിക്ക് പ്രസക്തമായിരിക്കുന്നത് എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ആ കുട്ടിയാണ്. കേരളത്തിൽ നിന്ന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഫേൺഹില്ലിലേക്ക് അന്ന് ബസ് കയറി വന്ന് 3 ദിവസം എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ അവൾ എത്രമാത്രം വീട്ടിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. അസമ്മതം കിട്ടുക. ഒറ്റയ്ക്കാണ് വരുന്നത്. അവൾ സന്യാസിയായി പോകുമോ, ഒരുപാട് തരത്തിലുള്ള അച്ഛനോടും അമ്മയുമായിട്ടൊക്കെ വാശി പിടിച്ച് തർക്കിച്ച് സ്ഥാപിച്ച് ന്യായീകരിച്ച് സമയം കണ്ടെത്തി കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടിയോട് വന്നിട്ടുണ്ടാവുക. ആ ഒരു കാഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പറയാൻ വളരെ എളുപ്പമാണ്. എനിക്ക് എൻ്റെ ശരിക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം അസ്വസ്ഥനാവും. അല്ലാതെ വളരെ കൂളായിട്ടൊന്നും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഗുരുവിനെ നാരായണ ഗുരുവിനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഗുരു പറഞ്ഞത് അകമണയാതെ അകതാരമർത്തണം എന്ന് പറഞ്ഞത്. ഗുരു നിത്യ 74-ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ആമുഖത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്കിപ്പോൾ 74 വയസ്സായി. എൻ്റെ ഗുരു നടരാജ ഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നെന്ന് കരുതുക. എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ നടരാജ ഗുരുവിൻ്റെ അടുത്ത് വന്നാൽ ഈ 74-ാമത്തെ വയസ്സിലും ചിലപ്പോൾ എനിക്ക് അസൂയ തോന്നും. എൻ്റെ അസൂയയെ ഞാൻ ഒരിക്കലും പഴിക്കില്ല. പക്ഷെ എൻ്റെ അസൂയ ആ ആൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന തരത്തിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഇതിനാണ് അകമണയാതെ അകതാരമർത്തുക എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല, അഭിനയിക്കാനും പറ്റും. അത്ര പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ജീവിയാണ് നമ്മൾ മനുഷ്യർ. അറിവ് കൊണ്ട് നമുക്ക് മാറ്റമുണ്ടാവില്ല, സംയമനം ശീലിക്കാനേ പറ്റും. അതുകൊണ്ടാണ് സംയമനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇരുപുറവും വരുമാറ് അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നു മെയ്യും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരനൻ വരാ നരകം നിനച്ചിടണം. വരി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെനക്കെട്ട പണിയാണ്. അത്ര എളുപ്പത്തിലൊന്നും ബോധത്തിൽ അസ്വസ്ഥത വരാതിരിക്കാൻ നമുക്ക് കഴിയില്ല, അഭിനയിക്കാനേ പറ്റും. നമ്മളുടെ ശരികൾ സമ്മതിച്ചു തരുന്ന കൂട്ടത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഫേൺഹിൽ അങ്ങനെ ആയിരുന്നില്ല. ഫേൺഹിൽ ഗുരുകുലത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഒരുപാട് ആശ്രമങ്ങളിൽ അതിനു മുമ്പും അതിന് ശേഷവും പോയിട്ടുണ്ട്. ഒരാളുടെ സ്വഭാവം വേറൊരാളുടെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധമില്ല. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ശാസ്ത്രവാദികൾ, വിശിഷ്യന്മാർ, പൂർണ്ണ ഭക്തന്മാർ, അവിടെ ഗുരുവിൻ്റെ ക്ലാസ്സിനെ തന്നെ അടുക്കളയിൽ ഇരുന്ന് നിരന്തരം വിമർശിക്കുന്നവർ, ഫ്രീക്കന്മാർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഇവിടെ ഒന്ന് ജീവിക്കാൻ കൊള്ളാത്തവർ എന്ന് കരുതി വന്നിട്ടുള്ളവർ, ഇങ്ങനെയുള്ളൊരു വിഭാഗമാണ് ഈ ഫേൺഹില്ലിൽ കഴിയുന്നത്. ഇതിനെല്ലാം കൂട്ടിപ്പടച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. ആൾക്ക് അദ്ദേഹത്തിൻ്റെ പക്ഷത്തേക്ക് ആരെയും ക്ഷണിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു സ്വപക്ഷം ഇല്ലായിരുന്നു. ഓരോ മനുഷ്യരും അവരവരുടേതായ വ്യക്തിത്വമുണ്ടെന്നും ആ ഓരോ വ്യക്തിത്വവും സ്വയം പൂർണ്ണമാണെന്നും അതിനെ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടതെന്നും. നാരായണ ഗുരു ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഗുരുനിത്യ നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ശിവഗിരി സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണം കൊടുത്തപ്പോൾ എല്ലാവരും നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ ലോകത്തിലേക്ക് മുഴുവൻ പ്രചരിപ്പിച്ച ഗുരുനിത്യനെ ഇങ്ങനെ പ്രകീർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹം അവസാനം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ എവിടെയും നാരായണ ഗുരുവിനെ പ്രചരിപ്പിച്ചിട്ടില്ല. പേരെടുത്ത് പറഞ്ഞ് ഗുരുവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാമുകൻ തൻ്റെ കാമുകിയെ തൻ്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഗുരുവിൻ്റെ വെളിച്ചത്തെ എൻ്റെ ഹൃദയത്തിൽ പ്രളയപൂർവ്വം ചേർത്ത് വെച്ച് എൻ്റെ മുന്നിലേക്ക് മനുഷ്യർ വരുമ്പോൾ അവരുടെ ജാതി ഏതാണ്, മതമേതാണ്, ദേശമേതാണ്, ഭാഷ ഏതാണ്, പ്രായമേതാണ്, ലിംഗമേതാണ്, അവർ അധികാരമേതാണ്, പ്രശസ്തി ഏതാണ്, ഇങ്ങനെ യാതൊന്നും നോക്കാതെ എല്ലാവരെയും മനുഷ്യരായി കണ്ട് ഒരുപോലെ സ്നേഹിക്കാനുള്ളൊരു കണ്ണ് എനിക്ക് തന്നത് ഗുരുവാണ്. അതുകൊണ്ട് ഞാൻ ആകെ ചെയ്തത്
എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവരിൽ മനുഷ്യരെ കണ്ട് സ്നേഹിക്കുക മാത്രമാണ്. സ്നേഹത്തെ പ്രചരിപ്പിക്കാനല്ല ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്, സ്നേഹത്തെ പ്രസരിപ്പിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടു തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ ഗുരു നിത്യ പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്. നാരായണ ഗുരു എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ കയറി വരാവുന്ന ഇടങ്ങളിലാണ് തിരയിരിക്കാറ്. അകത്ത് പോയിട്ട് വാതിലൊക്കെ അടച്ച് മുമ്പിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിർത്തിയിട്ടല്ല ഇരിക്കാറ്. ഏതൊരു മനുഷ്യനും ശിവഗിരിയിലേക്കോ അല്ലെങ്കിൽ ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ഗുരു ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ആ പറമ്പിലേക്ക് കയറി വരുന്ന ആർക്കും ആരുടെയും സമ്മതം ചോദിക്കാതെ ഉള്ളിലേക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് കയറി വരാകുന്ന ഒരിടത്ത് പോയിട്ട് ഗുരു ഇരിക്കും. അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇരിക്കുക. അല്ലാതെ എല്ലാവർക്കും എൻ്റെ അടുത്തേക്ക് സമ്മതം ചോദിക്കാതെ തന്നെ കടന്നു വരാമെന്ന് പറഞ്ഞ് അകത്തിരിക്കുകയല്ല ചെയ്യുക. ഞാൻ അങ്ങനെ പിന്നെ കണ്ടത് പ്ലെയിൻ ഹില്ലിലാണ്. ആ വാതിൽ തുറന്ന ആർക്കും ഉള്ളിലേക്ക് കയറി ചെല്ലാൻ ഒരു തുറന്ന ഇടം. ഒരു ഷൗക്കത്തിന്, ഒരു ജോസഫിന്, ഒരു പീറ്ററിന്, ഒരു മിയാക്കോ കമാട്ടയ്ക്ക്, ഒരു രമേഷിന് ഒക്കെ യാതൊരു അന്യതാബോധവും ഇല്ലാതെ പ്രായം, ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, സന്യാസിമാർക്ക്, യുക്തിവാദികൾക്ക്, ഇങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരിടം. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഗുരു എന്നോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ, നീ ധ്യാനിക്കാറുണ്ടോ എന്നല്ല. ആദ്യം ചോദിച്ച ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സത്യജിത്രയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. അതൊക്കെ എന്ത്, നമ്മുടെ പാഞ്ചജന്യ സൂത്രം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെയല്ലേ ഗുരു മിനിമം ചോദിക്കണ്ടേ. സത്യജിത്രയുടെ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഫിലിം ഫെസ്റ്റിവലിനൊക്കെ സ്ഥിരം പോവുകയായിരുന്നു. അപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഗുരു, അങ്ങനെ പോരാ. എന്നിട്ട് ആ 3 സിനിമകൾ, പതേർ പാഞ്ചാലിയും അബൂർ സെൻസാറും, അത് 3 സിനിമകളോ ഗുരു അവിടെ ഇരുന്ന 3 രാത്രികൾ ഞാൻ, ജോസഫ്, സുഗത, നിങ്ങളെല്ലാവരും ഉണ്ട്, രാജസ്വാമിയൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുത്തി പ്രയർ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 3 ദിവസം ഇരുന്നിട്ട് ആ സിനിമ കാണുക. ആ സിനിമ കണ്ടിട്ട് ഗുരു പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കുഴൽക്കിണർ കുത്തരുത്, കുളം കുത്തണം. ചുറ്റുപാടേക്ക് പ്രസരിക്കാത്ത ആഴങ്ങളൊക്കെ ഹിംസയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിലേക്ക്, ജീവജാലങ്ങളിലേക്ക് കരുണയോടെയും കരുതലോടെയും പ്രസരിക്കാത്ത അറിവിനെ ഭയക്കണം. അതാണ് നാരായണ ഗുരു പറഞ്ഞത്. അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഹിതേതിനോ. ഗുരു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, ഒരുപക്ഷെ ഗുരു ഏറ്റവും കൂടുതൽ അമർഷത്തിൻ്റെ വേദനയുടെ ധ്വനിയോടുകൂടി വളരെ കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. വളരെ കുറച്ച്. അതിലൊന്നാണ് കരുണയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേതു മകന്ന ഒന്ന് കാണുക, പൊലിയുമിതന്നെ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരകന്ത വരാവരം തരയണമെന്നും അരുളില്ലയതെങ്കിൽ അസ്ഥിതോത്സിര നാറുന്ന ഒരുടമ്പു താനവൻ. ഇങ്ങനത്തെ വാക്കുകളൊക്കെ വളരെ കുറച്ച് ഗുരു പറയും. അരുളില്ലയതെങ്കിൽ അസ്ഥിതോത്സിര നാറുന്ന ഒരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാ. നമുക്കില്ലാതെ പോയത് നമ്മളുടെ ദാർശനിക ചരിത്രത്തിൽ, നമ്മുടെ തത്വചിന്തയുടെ ചരിത്രത്തിൽ, നമ്മുടെ മതങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും ഇല്ലാതെ പോയത് അറിവ് ഒരുപാടുണ്ടാവുകയും അലിവിൻ്റെ ഇടം കുറഞ്ഞു വരികയും ചെയ്തു. അറിവിൻ്റെ ഇടം കൂടിക്കൂടി വന്നു, അലിവിൻ്റെ ഇടം കുറഞ്ഞു വന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു, നമ്മൾക്കൊരുമിച്ചിരുന്ന് പറയാം എന്ന് പറയുന്ന ഇടം കുറഞ്ഞു വന്നു. വാദിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാരുണ്യത്തിലേക്ക്, കരുതലിലേക്ക് നാരായണ ഗുരുവൊക്കെയാണ് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അറിവ്, നാരായണ ഗുരുവിനെ പോലെ അറിവ് പറഞ്ഞ് ഇഷ്ടം പോലെ ആകുന്നുണ്ടായിട്ടുണ്ട്. അലിവ് ജീവിച്ച ഗുരുവിൻ്റെ അടുത്തേക്ക് ഗുരുവിനെ കാണാൻ വന്ന ഒരാൾ ശിവഗിരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ശിവഗിരിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഗുരു ചിരിച്ച് പറയുന്നൊരു വാക്കുണ്ട്, അയാൾ സ്വയം ശിക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൂടി ശിക്ഷിക്കേണ്ട,
അയാൾക്കൊരു ഇളനീര് വെട്ടിക്കൊടുക്കും. ആ ഒരു പേഴ്സ്പെക്റ്റീവ് അറിയാൻ വളരെ എളുപ്പമാണ്. അത് ഉള്ളിൽ നിന്ന് വരാൻ എളുപ്പൻ്റെത്. ഇപ്പം ഗുരുവിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്, ഈ ഗുരുനിത്യയുടെ ആ ചിത്രകല പഠിക്കുന്ന കുട്ടി തൻ്റെ അടുത്ത് വരുമ്പോൾ ഋഗ്വേദം മാറ്റിവെച്ച് ആ ചിത്രകല പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുള്ളൊരു മനസ്സുണ്ടായതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ തൻ്റെ അടുത്തേക്ക് പ്രേതത്തെ പേടിച്ച് വന്ന പാവപ്പെട്ടൊരു മനുഷ്യനിക്ക് പ്രേതശല്യം ഒഴിയാൻ വേണ്ടി കത്തെഴുതി കൊടുത്ത നാരായണ ഗുരുവിനെയാണ് നമുക്ക് ഓർമ്മ വരും. അല്ലാതെ പ്രേതം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണെന്നും അത് മിഥ്യയാണെന്നും നീ ആ സങ്കല്പത്തിൽ നിന്ന് മുക്തിയാകൂ എന്നൊന്നും പറയല്ല ഗുരു ആദ്യം ചെയ്യാം. നാരായണ ഗുരു ആദ്യം ചെയ്യാം. അങ്ങനെയല്ല, ആദ്യം കൂടെ നിൽക്കുകയും ചെയ്യാം. അവരുടെ കൂടെ നിൽക്കും. ഫസ്റ്റ് അവരങ്ങ് ചേർത്ത് പിടി. ഞാൻ കത്തെഴുതി കൊടുത്താൽ പ്രേതം പോകും എന്നാൽ എഴുതിത്തരാം. കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ദാർശനികമായ വ്യതകളൊന്നുമല്ല, മുൻപിലിരിക്കുന്ന വിഷമത്തിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യം ഒരു തണൽ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന മനുഷ്യർക്ക് ആദ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തത്വചിന്തകൾ, നിങ്ങളുടെ അറിവ് ഒരിക്കലും വിളമ്പരുതേ എന്ന് ഗുരുനിത്യ എപ്പോഴും പറയും. ഒരു ചായ ഇട്ട് കൊടുക്കുക, സ്നേഹം പറയുക, സുഖല്ലേ എന്ന് ചോദിക്കുക, കിടക്കാനൊരിടം കൊടുക്കുക, എന്നിട്ട് ഒരു ഹൃദയ പാരസ്പര്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷമാവട്ടെ നിങ്ങളുടെ ദർശനങ്ങൾ പങ്കുവയ്ക്കൽ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു വൈകാരികമായ ഒരു ആത്മബന്ധം, ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വാദിക്കലും ജയിക്കലും ഉണ്ടാവില്ല. അറിയാതെ അറിയലും അറിയിക്കലുമാവും. നാരായണ ഗുരുവിൻ്റെ അടുത്തായാലും ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഗുരുനിത്യയുടെ അടുത്ത് ഗുരുനിത്യനെ നേർവഴിക്ക് നയിക്കാൻ ആളുകൾ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വന്നവരൊക്കെ പിന്നീട് സ്വയം ഈ ഗുരുക്കന്മാരുടെ കൂടെ എന്നൊരു അവരുടെ തത്വചിന്തയുടെ കൂടെ അല്ല ചെയ്തു. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കുറച്ചുകൂടി അയവ് വരുത്തേണ്ടതുണ്ട്. നേരത്തെ സ്വാമി പറഞ്ഞതുപോലെ ആ മസലൊന്ന് അയച്ചിടേണ്ടതുണ്ട്. ഞാൻ മാത്രമാണ് ശരി എന്ന് ഉറപ്പിക്കാതെ അപ്പുറത്തിരിക്കുന്നവരുടെ ശരികളെ കൂടി കാണാനുള്ള ഒരു ഉൾക്കണ്ണ്, അത് എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് സ്നേഹമുള്ളവരെ വേണ്ടവണ്ണം സ്നേഹിക്കാൻ പറ്റാത്തതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം. ശത്രുവിനെ സ്നേഹിക്കുന്ന കാര്യമല്ല. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സുഹൃത്തുക്കളെ നമുക്ക് അവർക്ക് വേണ്ട എണ്ണം സ്നേഹിക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മളുടെ അഭിപ്രായത്തിന്, നമ്മളുടെ താല്പര്യത്തിന് എതിരായൊരു വാക്ക് പറഞ്ഞാൽ, ഒരു എതിർ ശബ്ദത്തെ സഹിഷ്ണുതയോടെ എടുക്കുക. ഒരു ഏറ്റവും സ്നേഹമുള്ളവരുടെ ഒരു എതിർ ശബ്ദത്തെ പോലും സഹിഷ്ണുതയോടെ എടുക്കാനും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളത് പൊട്ടിത്തെറിക്കും. പിന്നെ അയ്യോ, മോനയോട് അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കണ്ടായിരുന്നു, ഭാര്യയോട് അങ്ങനെ വഴക്ക് പറയണ്ടായിരുന്നു, ഭർത്താവിനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ടായിരുന്നു. നിരന്തരം ഇങ്ങനെ വിഷമിക്കുന്നവരാണല്ല നമ്മൾ. ഇവിടെ ഇതാണ് നാരായണ ഗുരു പറയാൻ ശ്രമിക്കുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്തരുന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ. അത് ഞാനും ഇതാ ഫോൺ വിളിച്ച ഞങ്ങൾ രണ്ടാളുടെ അവസ്ഥ നീ പറയുന്നത്. രണ്ടാൾ യുക്തി പറയുന്നു. അവൻ പറയാൻ ശ്രമിക്കുന്നതും ഞാൻ പറയാൻ ശ്രമിക്കുന്നതും രണ്ടാളും. അയാൾക്ക് ആ സാധനം എൻ്റെ കയ്യിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം. എനിക്ക് ആ സാധനം എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തണം എന്നുള്ളതാണ്. ഒരേ മതസാരമാണ്, പക്ഷെ എന്നിട്ട് തർക്കിക്കും. ഞാൻ ചോദിക്കണതിന് നിങ്ങൾക്ക് ആദ്യം കാര്യം പറഞ്ഞുകൂടെ എന്ന് വയ്ക്കാം. ആളുകൾക്ക് നിനക്ക് ദേഷ്യം പിടിക്കുന്നതിന് ഒരു കാര്യമില്ല. അതിൻ്റെ ഒരു സൂക്ഷ്മമായിരിക്കുന്ന ഒരു ശരിയായിരിക്കുന്ന ഒരു ഫലം കിട്ടുക, ആ ഫലത്തെ മുൻപിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ സംവദിക്കുന്നത്. അതിനാദ്യം നമ്മൾ തൊടണം, പരസ്പരം തൊടണം. നാരായണ ഗുരു ആയാലും ഗുരുനിത്യ ആയാലും നടരാജ ഗുരു ആയാലും അവരൊക്കെ ആദ്യം ചെയ്തത് അവർ തൊടലാണ്. ഗുരുനിത്യ എനിക്ക് എഴുതിയിട്ടുണ്ട്. ആദ്യകാലത്ത് നടരാജ ഗുരുവിൻ്റെ കൂടെ ഫേഗലിൽ താമസിക്കുന്ന കാലത്ത് ആ തെരുവിലുള്ള കുട്ടികൾ മൂക്കൊലിപ്പിച്ച് ചളിയൊക്കെ ആയിട്ട് കയറി വരും നടരാജുവിൻ്റെ അടുത്ത്. നേരെ നടരാജുവിൻ്റെ മേലേക്ക് വരുമ്പോൾ ഗുരുനിത്യ പറയും, മക്കളെ പോയിട്ട് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വാന്ന് പറയും.
അപ്പം നടരാജ് ഗുരു നിത്യയോട് പറയുന്നത്, നിത്യ, നൂറ്റാണ്ടുകളായി നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോ അകലെയാണ്. ആ അണുക്കളെയും ചെളിയുമായിട്ട് അവരിങ്ങ് വരട്ടെ, ഇത് നമുക്ക് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. അവർ വന്നതിൻ്റെ അടുത്തിരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കൊടുക്കാം. ഇത് നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ പോയി വൃത്തിയായിട്ട് വൃത്തിയാക്കണ്ടെന്നല്ല പറയുന്നത്. ആദ്യം അവരൊന്ന് ചേർത്ത് പിടിക്കൂ. ആ കുറച്ച് മൂക്കുകൾ നമ്മളുടെ മേലെ ആയാലും കുഴപ്പമില്ല, അത് നമുക്ക് കഴുകിക്കളയാമല്ലോ. അതുപോലെ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം അപ്പുറത്ത് വന്നിരിക്കുന്ന, ഇപ്പോൾ ഗുരുനിത്യയുടെ അടുത്ത് വന്ന് ഗുരുവിനെ ശക്തമായി വിമർശിക്കുമ്പോൾ ഗുരു ചിരിച്ചോണ്ടിരിക്കുകയും, ഞാനിന്ന് ഓർക്കുന്നുണ്ട്, എനിക്കിപ്പോൾ 74 വയസ്സായി, ഇനിയിപ്പോൾ പെട്ടെന്ന് മാറുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ശീലിച്ചു പോയി ഇത്രയും നാൾ ജീവിതം ഇങ്ങനെ, ഇനി മറ്റൊരു ജീവിത ശൈലിയിലേക്ക് വരിക എന്ന് പറയുന്നതൊക്കെ പ്രയാസമാണ്. നമുക്കെന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഗുരു തന്നെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വരുത്തുകയും അവർക്ക് വിളമ്പി കൊടുക്കുകയും വീണ്ടും കഴിപ്പിക്കുകയും, അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർക്ക് തന്നെ പറഞ്ഞു പോയതിൻ്റെ കുറ്റബോധം ഓർത്ത് വിഷമം വരികയും, ഇപ്പം വാദിച്ചും തർക്കിച്ചുമില്ലാതെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങളെ, വെളിച്ചത്തെ അടുത്ത് വരുന്ന മനുഷ്യരിലേക്ക് പകരാൻ കഴിയുക എന്ന് ജീവിച്ചു പഠിപ്പിച്ചാൽ പരമാവധി പല പ്രാവശ്യം അവർ വീണ് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന പരമാവധി ജീവിത സന്ദർഭത്തിൽ ഒരു വേദിയിലേക്ക് കടന്നു ചെന്നാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുവിന് ഇരിക്കാനുള്ള കസേര വളരെ വലുതും അതിൻ്റെ മുകളിലൊരു പട്ടിൻ്റെ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഗുരു താഴെ ഇരുന്നിട്ട് ആ കസേര മാറ്റിവെക്കാൻ ആദ്യം പറയും. അല്ലാതെ അവിടെ കയറി ഇരുന്നിട്ട് സമത്വത്തെക്കുറിച്ച് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ട്. എടോ ആ കസേര ഒന്ന് ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് മാറ്റിയിടുന്നില്ല, ഒരുപോലത്തെ കസേര ഇടാൻ പറയും. ഇത് ജീവിതത്തിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഗുരുകുലത്തിലേക്ക് കയറി വരുമ്പോൾ ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഗുരുക്കന്മാർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്? ലോകത്തിലുള്ള അറിവ് സൂക്ഷ്മമായി പകർന്നു തന്നതൊന്നുമല്ല. അറിവ് ഇനി നമുക്കധികം ആവശ്യമില്ല. അറിവൊക്കെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞു. നമുക്ക് ആവശ്യം മര്യാദയാണ്. എങ്ങനെയാണ് നമ്മളുടെ മുൻപിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളത്, അത് നമുക്കിനി എളുപ്പമല്ലത് പഠിച്ചെടുക്കാൻ. ഗുരുകുലത്തിലേക്ക് ഞാനവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഓരോ അച്ഛനും അമ്മയും അവരുടെ മകളും ഹസ്ബൻഡും 3 മക്കളും കൂടി കയറുകൾ. അപ്പോൾ ഗുരുനിത്യ എന്നോട് പറഞ്ഞു, അവർക്ക് അവിടെ കസേര ഇടൂ, എൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ വരാം, ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, 4 കസേര ഇട്ടു. 3 കുട്ടികളാണ്, ഒരു 10 വയസ്സും 9 വയസ്സും 7 വയസ്സായ കുട്ടികളാണ്. പിന്നെ അച്ഛനും അമ്മ അവരുടെ മകളും ഹസ്ബൻഡും. പിന്നെ 4 കസേര ഇട്ടു. ഗുരു അവിടെ ഇരുന്നു. ഗുരു വന്നിട്ട് ആദ്യം എന്നോട് ചോദിച്ചത്, ഇവർ 7 പേരുണ്ടല്ലോ, പിന്നെ എന്താ 4 കസേര എന്ന് ചോദിച്ചു. നമ്മളത് ചിന്തിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്ക് കസേര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾ ജാതിയിൽ കുറഞ്ഞവരാണ്. നമ്മൾ ജാതി ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശൂദ്രൻ, വൈഷ്ണവൻ, നായർ, ഇതൊന്നും അല്ല ജാതി പലതരത്തിലുണ്ട്. നമ്മൾക്ക് കുട്ടികൾ ജാതിയിൽ കുറഞ്ഞവരാണ്, മാനിക്കേണ്ടാത്തവരാണ്. ഞാൻ പക്ഷെ അതുവരെ ചിന്തിച്ചിട്ടില്ല. ഒരു പറഞ്ഞു അവർക്കില്ലല്ലോ കസേര ഇടാമോ. അപ്പം ഞാൻ 3 കസേര ഇട്ടിട്ട് ആ 3 കുട്ടികളെ വിളിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആ 3 കുട്ടികൾ ആ കസേരയിൽ വന്നിരുന്നൊരു ഇരിപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും കുട്ടികളെ വ്യക്തികളായി അംഗീകരിക്കുന്നത്, അനുഭവിക്കുന്നത്. ഇതിനെയാണ് ഗുരുത്വം എന്ന് പറയും. നമ്മളെപ്പോഴും അവരെ തള്ളി മാറ്റിയിട്ടേ ഉള്ളൂ, അവരെ മാനിക്കില്ല നമ്മൾ. എങ്ങനെയാണോ ജാതിയിൽ കുറഞ്ഞവരെന്ന് പറയുന്ന മനുഷ്യരെ അവരെ മനുഷ്യരായി പോലും അംഗീകരിക്കാതെ മാറ്റി നിർത്തിയിരുന്നത്, അതുപോലെയാണ് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്തുന്നത്. അവരെ ഒരേ ആത്മാവാണെന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് തോന്നിയിട്ടില്ല. മുതിർന്നവർ മാത്രമാണ് ആത്മാക്കൾ, ബാക്കിയുള്ളവരൊന്നും ആത്മാക്കളായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ആ കസേര ഇട്ട് കൊടുത്തത് മാത്രമല്ല, അടുത്തതാണ് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം. ഗുരുകുലത്തിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു 10 ആൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ നമ്മൾ സംസാരത്തിൽ ഐ കോണ്ടാക്റ്റ് കൊടുക്കുക ആർക്കായിരിക്കും? അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെ നമ്മൾ നോക്കുക പോലും ചെയ്യില്ല. ആ ആളോട് സംസാരിക്കും, ബാക്കിയുള്ളവരത് കേട്ടിരുന്നു കൊള്ളണം. ഇവിടെ ഗുരു ഇങ്ങനെ ഓരോരുത്തരെയും നോക്കി സംസാരിക്കും. കുട്ടികൾ അങ്ങനെയാണ് മക്കളെ,
നടരാജ ഒരു ഗുരുകുലം തുടങ്ങി. ഇപ്പോൾ കുട്ടികൾക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു അങ്ങനെ നമ്മൾ മുമ്പിലിരിക്കുന്ന കുട്ടികളല്ല എന്നും അവരറിവില്ലാത്തവരല്ല എന്നും അവർ തന്നെപ്പോലെ തന്നെ വ്യക്തികളാണെന്നും മനസ്സിലാക്കി അവരോട് വർത്തമാനം പറയാൻ, അവരുടെ കണ്ണിൽ നോക്കി, എല്ലാവരുടെയും കണ്ണിൽ നോക്കി വർത്തമാനം പറയാനുള്ള ഒരു ജീവിതം അവരിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് നാരായണ ഗുരുവിൻ്റെ ജീവിതം എടുത്താലും അറിയാം. വലിയ ആൾക്കാരോട് മാത്രമല്ല ഗുരു സംസാരിക്കുക, ഒരേ പ്രാധാന്യത്തോടെ എല്ലാ ഗുരുക്കന്മാരുടെ പ്രത്യേകത, നമ്മളും ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പെസിഫിക്കാണ്. അധികാരത്തിൽ, പ്രായത്തിൽ, ലിംഗത്തിൽ, പ്രശസ്തിയിൽ, അറിവിൽ, സ്ഥാനമാനങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മോടൊപ്പമോ അതിനു മുകളിലുള്ളവരെ മാത്രമേ നമ്മൾ വ്യക്തികളായി കാണുന്നുള്ളൂ. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. താഴെയുള്ളവരെ പലരെ നമ്മൾ കാണാറില്ല. പലരെ നമ്മളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം, വേണ്ടത്ര റെസ്പെക്റ്റ് ചെയ്യാറില്ല. സ്ത്രീകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നമുക്കെന്താ അറിവിൻ്റെ കുറവുണ്ടായിരുന്നു 1000 വർഷം മുമ്പ്. ഗുരു നിത്യപ്പോഴും പറയും, നമുക്ക് ഹിസ്റ്ററിയേ ഉണ്ടായിട്ടുള്ളൂ, ഹെയർ സ്റ്റോറി ഉണ്ടായിട്ടില്ല. അന്നും ലോകം മുഴുവൻ ഒന്നാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളിലും സ്പന്ദിക്കുന്നത് ഒരേ ആത്മാവാണെന്നൊക്കെ അന്നുണ്ട് അറിവ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യർ, ആ മനുഷ്യർ അന്നുണ്ടായിരുന്നു. പക്ഷെ സമൂഹം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഗുരുനിത്യയെ പോലെയുള്ള ഗുരുക്കന്മാരെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിൻ്റെ ലക്ഷണം ആയിട്ട് എനിക്ക് അപ്പോൾ എൻ്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ലാപ്ടോപ്പും എൻ്റെ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നൊരു മനസ്സെനിക്കുണ്ടാവുന്നത് അന്നാണ് ഞാൻ ഗുരുവിനെ അറിയുന്നത്, ഗുരുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നത്. നമസ്കാരം.